UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നതാണ്. അത് നിയമസഭയിൽ തന്നെ കിഫ്ബി സംബന്ധിച്ച് വിശദമായ ഒരു പഠനത്തിന് സമിതിയെ നിയമിക്കും. അഴിച്ചുപണി കിഫ്ബിയിൽ ഒരു സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു. അതിൽ തുടർന്നാണ് ഇപ്പോൾ വിരമിച്ച IAS ഉദ്യോഗസ്ഥ സുധാ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു 5 അംഗ സമിതിയെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. ഇപ്പോൾ ഇന്നു മുതൽ 3 മാസത്തിനുള്ളിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമിതി സമർപ്പിക്കേണ്ടത്. കിഫ്ബിയുടെ ഘടന മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, ഈ സമഗ്ര അഴിച്ചുപണിയിൽ എന്തൊക്കെയാണ് നടത്തേണ്ടത്, ഒപ്പം തന്നെ സാമ്പത്തിക സാങ്കേതിക ഘടനയിൽ അത് ഏത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന രീതിയിൽ കുറ്റമറ്റ പദ്ധതികൾ നിലനിർത്തിക്കൊണ്ട് ഈ പദ്ധതിയെ നിലനിർത്താനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ സഹായവും ഈ സമിതിക്ക് ലഭിക്കും. അതിനുള്ള പ്രത്യേക ഉദ്യോഗസ്ഥരെ അടക്കം ഇതിനോടകം തന്നെ ഈ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ധനവകുപ്പുകളുടെയും അതുപോലെ തന്നെ CDSന്റെയും പോലെയുള്ള സഹായങ്ങൾ അവർക്ക് ഇതിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ, കിഫ്ബിയുടെ പ്രവർത്തനത്തെ കൃത്യമായി ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനുമാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ കിഫ്ബിയിൽ ഒരു സമഗ്ര അഴിച്ചുപണിക്ക് തീരുമാനമെടുത്തിരുന്നതാണ്. അത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിരമിച്ച IAS ഉദ്യോഗസ്ഥ സുധാ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു 5 അംഗ സമിതിയെ നിയമിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത്.